പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് പിന്നെ 2 സീറ്റ് ഒഴികെ ബാക്കി എല്ലാ സീറ്റും ഇടതുപക്ഷം വിജയിച്ച ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല. ആ, നമുക്കറിയാം മണ്ണാർക്കാടും പാലക്കാടും മാത്രമാണ് UDFന് വിജയിക്കാനായിട്ടുള്ളത്. ആ, ഒരു പക്ഷെ അത് ഈ വർഷവും ഈ പ്രാവശ്യവും 2026-ലും UDF നിലനിർത്തും, പാലക്കാടും മണ്ണാർക്കാടും. അതേസമയം ആ, ചിറ്റൂര് അതുപോലെ തന്നെ ആ, തൃത്താല, ഈ 2 മണ്ഡലങ്ങളും പിന്നെ UDF തിരിച്ചു പിടിക്കാൻ സാധ്യതയുണ്ട്. ചിറ്റൂര് അച്യുതൻ പിന്നെ വിജയിച്ചതിന് ശേഷം ആ, പിന്നെ അതിനുശേഷം കോൺഗ്രസ് വിജയിച്ചിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് അച്യുതൻ അവിടെ നിന്ന് സുമേഷ് അച്യുതൻ അവിടെ നിന്ന് വർക്ക് ചെയ്യുകയും ആ, പിന്നെ ഒരു നല്ലൊരു സീസൺഡ് പൊളിറ്റീഷ്യൻ ആണ് എന്നുള്ള രീതിയിലുള്ളൊരു ഒരു ജനപ്രീതി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് മൂന്നാമതായിട്ട് പിന്നെ UDF അവിടെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ചിറ്റൂര് വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൃത്താല അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫൈറ്റ് നടന്ന ഒരു കോൺസ്റ്റിറ്റ്യൻസിയാണ്. അപ്പം ആ അർത്ഥത്തിൽ തൃത്താല വിൽ ബി ഒരു തൃത്താല എന്തായാലും ഒരു നല്ല ഫൈറ്റ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ UDFന് അവിടെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്നും എന്നാണ് എനിക്ക് ലോക്കൽ ബോഡിയും അതുപോലെ തന്നെയുള്ള ആ റീസെൻ്റ് ഇലക്ഷൻ്റെ ഒക്കെ തന്നെ ഡാറ്റ വെച്ച് നോക്കുന്ന സമയത്ത് UDFന് അവിടെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം പിന്നെ അവിടെ പട്ടാമ്പി, കോങ്ങാട്, ഈ 2 മണ്ഡലങ്ങളും വളരെ ടൈറ്റായിട്ടുള്ളൊരു നല്ല സ്ട്രോങ് ഫൈറ്റ് നടന്നിട്ടുള്ള മണ്ഡലങ്ങളാണ്. ഇത് രണ്ടും ഒരു ട്രെൻഡൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ UDFന് വിജയിച്ചു വരാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ്. പിന്നെ പൊതുവെ പാലക്കാട് എപ്പോഴും ഇടതുപക്ഷത്തോടൊപ്പം നിന്നിട്ടുള്ള ഒരു ജില്ലയാണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ പാലക്കാട് സീറ്റുകൾ കൂടുതൽ UDFന് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും വോട്ടിംഗ് പേഴ്സൻറ്റേജിൽ ഇടതുപക്ഷത്തിൻ്റെ അടിസ്ഥാന വോട്ടുകൾ കുറയുന്നതായിട്ട് പിന്നെ ഇടതുപക്ഷത്തിൻ്റെ അടിസ്ഥാന വോട്ടുകളിൽ വിള്ളൽ വീഴാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പാലക്കാട് ജില്ലയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. ഞാൻ പാലക്കാട് ജില്ലയിലൂടെ സഞ്ചരിച്ച സമയത്ത് എനിക്ക് ആലത്തൂർ പോലും പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ഭൂരിപക്ഷത്തിൽ കാര്യമായ കുറവുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് അവിടെയുള്ള വോട്ടേഴ്സിനോടൊക്കെ ഇൻട്രാക്ട് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ആ മണ്ഡലത്തിൻ്റെ ഇപ്രാവശ്യത്തെ പിന്നെ ഒരു പക്ഷേ ആലത്തൂർ പോലും ഒരു വോട്ടിംഗ് പെർസെൻറ്റേജിലൊക്കെ CPMന് കുറവ് വന്നേക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. അതേസമയം മലമ്പുഴയിലെ സുരേഷിന് അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബാക്കി എല്ലാം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയൊക്കെ തന്നെ തരൂരായിക്കോട്ടെ ഷൊർണൂരായിക്കോട്ടെ ഒക്കെ CPMന് ഒരു മെജോറിറ്റി ഉള്ള മണ്ഡലങ്ങളാണ്. ഒറ്റപ്പാലവും അത്ഭുതം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒരു പക്ഷേ പ്രേംകുമാർ കഴിഞ്ഞ തവണയൊക്കെ സരിനെ തോൽപ്പിച്ച അതേ പിന്നെ മെജോറിറ്റിയിൽ തന്നെ ഇപ്രാവശ്യം PK ശശിയെയും തോൽപ്പിച്ച് നിയമസഭയിലെത്തുന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്.